വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വളരെ സുപ്രധാനമായൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. ആ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇത് നമുക്ക് പൈത്തൺ പഠിക്കണമെങ്കിൽ അത് നമ്മൾ ആ കോഡ് റൺ ചെയ്യണം, ആ കോഡ് ആയിട്ട് നമ്മൾ കളിക്കണം, ആ കോഡ് ഉപയോഗിക്കണം, ആ കോഡിന് മാറ്റം വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് നമുക്കൊരു ടൂള് വേണം. അതിൻ്റെ പേരാണ്, അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നൊരു ടൂളാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. അപ്പം അത് നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മളിപ്പം നിങ്ങളെല്ലാവരും മൊബൈലിൽ പല ആപ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വലിയ വിഷയമാകത്തില്ല. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമാവണം. അപ്പോൾ നമുക്ക് ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആരെക്കൊണ്ടെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. അതിന് പകരം വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താ, ഗൂഗിൾ ഉപയോഗിക്കാൻ നിങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള സെർച്ച് കീ കൊടുക്കണം. ഹൗ ടു ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓൺ വിൻഡോസ് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പം വരും. ഇല്ലെങ്കിൽ അത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടുള്ള സാധനം എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഈ സൈറ്റ് നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടി കുറേ സൈറ്റൊക്കെ നോക്കി, ഇത് നല്ലൊരു സൈറ്റാണ്. ഗീക്സ് ഫോർ ഗീക്സ് എന്നുണ്ട്. അത് പൊതുവെ പൈത്തണിനും പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൗ ടു ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് കൊടുത്തു, ഈ സൈറ്റ് കണ്ടു. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം ഹൗ ടു ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓൺ, അതാരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിനവർ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്താണെന്ന് പറയാം. It's an open source web application that allows you to create and share documents that contain live code, equations, visualization and narrative text. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെബ് ആപ്ലിക്കേഷനാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? നമുക്കൊരു കോഡിനെ, നമ്മുടെ പ്രോഗ്രാമിനെ ഉണ്ടാക്കാനും അത് റൺ ചെയ്യാനും അതിലുപരി വേറെ പലതും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ ഈ കോഴ്സിന് പുറമേ ഉള്ളൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ ഇനി ഭാവിയിലുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലായിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഒരു 100 പേജിൻ്റെ അല്ലെങ്കിൽ 200 പേജ് നോട്ട്ബുക്കായിരുന്നു കൊണ്ടുപോകാറ്. ഇനിയുള്ള കാലത്ത് എല്ലാം കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ അകത്ത് നമുക്ക് കോഡ് ഉണ്ടാകാം, ഇക്വേഷൻസ് ഉണ്ടാകാം, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബുക്കിൽ ഇനി പല ബുക്കുകളിലും കോഡുകളൊക്കെ ഉണ്ടാവും, പടങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഒരു സ്ഥലത്തായിട്ട് വരും. അപ്പോൾ ഇന്ന് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോഴ്സിന് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ജൂപ്പിറ്റർ നോട്ട്ബുക്ക് സപ്പോർട്ട് ചെയ്യും. അതിൽ പൈത്തണിനെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വേറൊരു പേര് കൂടെ, രസമുള്ള പേരുകളാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, പിന്നെയാണ് അന്നക്കോണ്ട. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഒരു രീതി എന്ന് പറഞ്ഞാൽ അന്നക്കോണ്ട ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്റ്റലേഷനാണ്. അന്നക്കോണ്ട എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു സംഭവമാണ്. അതിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന് പുറമെ വേറെ പല കാര്യങ്ങളുമുണ്ട്. സ്പൈഡറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ്, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അന്നക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് അന്നക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഹൗ ടു ഇൻസ്റ്റാൾ അന്നക്കോണ്ട ഓൺ വിൻഡോസ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പോവാം. അപ്പോൾ അത് ഇവിടെ പറഞ്ഞു തരും. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ സൈറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടിയാൽ മതി, അന്നക്കോണ്ട എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അന്നക്കോണ്ട ഇസ് എൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ദ കണ്ടെയ്ൻ ജൂപ്പിറ്റർ, സ്പൈഡർ എക്സെട്ര. അത് ഇറ്റ് സപ്പോർട്ട്സ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നക്കോണ്ട എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോവുക. അതിനെന്ത് ചെയ്യണം? ഇവിടെ കണ്ട anaconda.com, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ അന്നക്കോണ്ട. അപ്പോൾ അവിടെ അന്നക്കോണ്ട ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ സാധാരണ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ അന്നക്കോണ്ട ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ആവശ്യം എന്താണ്? ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അന്നക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യത്തെ സംഭവമാണ് കേട്ടോ.
ഹൗ ടു ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓൺ വിൻഡോസ്. അതിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു, അത് ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനക്കോണ്ടയെ ലോഞ്ച് ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യണമല്ലോ, അതേപോലെ അനക്കോണ്ട ഓപ്പൺ ചെയ്യണം. അനക്കോണ്ട ഓപ്പൺ ചെയ്ത് ഈ രീതിയിലൊരു വിൻഡോ ആയിരിക്കും വരുന്നത് അനക്കോണ്ട ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടോ ഇൻസ്റ്റാൾ എന്ന് കണ്ടോ, ആ ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾഡായി. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങി അതിൻ്റെ പാക്കേജൊക്കെ അവൻ തന്നെ ചെയ്തോളും. ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ട്. ഇവിടെ ലോഞ്ച് എന്നാണ് ഉള്ളത്. നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്യാം. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്താൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു വിൻഡോ വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഞാൻ സമ്മറൈസ് ചെയ്തിട്ട് ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ തന്നെ ഇത് സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഫയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഓർക്കാൻ. ഹൗ ടു ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓൺ വിൻഡോസ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പം ഈ വിൻഡോ വരും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും, നമുക്ക് പല രീതികൾ പറയും. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, ആദ്യം അനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യും. അനക്കോണ്ട എവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഈ വെബ്സൈറ്റിൽ നിന്ന്. ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ അനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അനക്കോണ്ട ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ താഴെ പോയിട്ട് ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് കൊടുക്കുക. അത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കാര്യം റെഡിയായി. ഇപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്താണ്, ഇറ്റ്സ് എൻ ഓപ്പൺ സോഴ്സ് വെബ് ആപ്ലിക്കേഷൻ ദാറ്റ് അലൗസ് യു ടു ഹാവ് ടെക്സ്റ്റ്, ഇക്വേഷൻസ് ആൻഡ് കോഡ്സ് ഇൻ വൺ പ്ലേസ്. അപ്പോൾ ഞാനിപ്പം ഇത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഒന്ന് നിങ്ങൾ ഇത് ചെയ്യണം. എനിക്ക് ഓൾറെഡി ഞാനിവിടെ ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ചെയ്യാം. എപ്പോഴും നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഇൻസ്റ്റലേഷനുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അനക്കോണ്ട ഇവിടെ കാണും. ഇവിടെ നമ്മൾ അനക്കോണ്ട എന്ത് ചെയ്യണം, ആദ്യം ലോഞ്ച് ചെയ്യണം. കുറച്ച് സമയം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, അനക്കോണ്ട ലോഞ്ച് ചെയ്തു. അനക്കോണ്ട ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യണം. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ആവുന്നുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ അതിന് ടൈം എടുക്കത്തുള്ളൂ. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം അനക്കോണ്ട ലോഞ്ച് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യാൻ. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്തു. അപ്പോൾ എന്നിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെങ്കിൽ പൈത്തൺ 3 പ്രോഗ്രാമാണ്. നമ്മൾ a = length = 10, breadth = 2, area = length, breadth, parent area വന്നു. ബാക്കി ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്കിനെ പറ്റി കൂടുതൽ അടുത്ത ഒരു സെഷനിൽ പറയാം. സോ താങ്ക് യു.